الصلاة والسلام عليك يا خيرة الله الصلاة والسلام عليك يا من أنجز وعده اللهم يا رسول الله اللهم صل على محمد وعلى آل محمد الصلاة والسلام عليك يا خير خلق الله ആർക്കറിയാം ഈ അറബിക്കടലിനും റൗലക്കും ഇടയിൽ വേറെ വൻകരയില്ലെന്ന് ഇത് നേരെ ചൊവ്വേ ചെല്ലുന്നത് അങ്ങോട്ടാണെന്ന് ഈ ഇളങ്കാറ്റ് സലാത്ത് വഹിച്ചുകൊണ്ട് സലാം വഹിച്ചുകൊണ്ട് കാറ്റ് വഹിക്കണമെന്നില്ല എന്റെ മേൽ സലാത്തും സലാമും ചൊല്ലുന്നവർക്ക് അതെനിക്ക് എത്തിച്ചു തരാൻ സഞ്ചാരികളായ മലായികത്തിന് അല്ലാഹു ഈ ഭൂമിയിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അങ്ങയുടെ പൂമേനി ഖബറിൽ ഇറക്കേണ്ടത്? സഹാബത്തിന്റെ ചോദ്യമാണ്. അത് മലായികത്ത് ചെയ്തുകൊള്ളും, എന്റെ കുടുംബം തൊട്ടുകൊടുത്താൽ മതിയെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ മദീനത്ത് പോയി നിൽക്കുമ്പോ ഓർക്കണേ, സ്വർഗത്തിലെ ഭവനം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരു നബിയെയും അല്ലാഹു മരിപ്പിച്ചിട്ടില്ല. ഞാനും ഈ ലോകത്തിന് പോകുന്നതിന് മുമ്പ് സ്വർഗത്തിലെ എന്റെ വീട് എന്റെ റബ്ബ് എനിക്ക് കാട്ടിത്തരുമെന്ന് പുണ്യ റസൂൽ. എന്നിട്ട് നബി ഉഹദിൽ പോയി. ഉഹദിൽ പോയപ്പോ ഉഹദിലെ ശുഹദാഇനെ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളോട് ചേരാൻ പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് മിമ്പറിൽ കയറി. മദീനയുടെ മിമ്പർ, 2 മിമ്പറുണ്ട് മദീനയുടെ മസ്ജിദിൽ. അതിലൊരു മിമ്പറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിക്കും ഉപയോഗിച്ച മിമ്പർ. മറ്റൊരു മിമ്പർ അവിടെ പിന്നീട് ഉണ്ടാക്കിയ മിമ്പറാണ്. ആ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം എത്തുന്നത് നാളെ ഹൗദുൽ കൗസറിലാണ്. സഹാബത്തെ വിങ്ങിപ്പൊട്ടി. എന്നിട്ട് പറഞ്ഞു, എന്റെ മിമ്പർ എന്റെ ഹൗദിന്റെ മീതയാണ്. ഇപ്പൊ ഈ മിമ്പറിലിരിക്കുമ്പോൾ എന്റെ ഹൗദുൽ കൗസർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ. എന്താണ് സല്ലല്ലാഹു അലൈഹി. മദീനയിൽ പോയിട്ട് നിലം ചവിട്ടുമ്പോ ഈ ഓർമ്മയുണ്ടെങ്കിൽ അവന്റെ കൽബിൽ എത്ര വലിയ തഖ്വയാണ് കടന്നു വരിക. ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു ആലംബം ഇവനുണ്ടെങ്കിൽ ബാത്ത് കർ മദീനെ കാ സിക്ർ കർ മദീനെ കാ, മദീനയെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുക, മദീനയെ പറ്റി ഓർത്തുകൊണ്ടേയിരിക്കുക. ഇതാണ് കുഴപ്പം പിടിച്ച ഈ ലോകത്ത് ജീവിക്കാനുള്ള ഇവന്റെ ആലംബം. അതുകൊണ്ട് അല്ലാഹുവേ, മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം വരെ ഈ തൗഫീഖിനെ എടുത്ത് ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയല്ലേ നാഥ. അവസാനവും ഈ സുഗന്ധത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ നാഥ. അല്ലാഹുമ്മ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇലെ ഖുത്ബക്ക് ശേഷം 81 ദിവസമാണ് ജീവിച്ചത്. ഇദാ ജാ നസ്റുല്ലാഹി എന്ന സൂറത്ത് ഇറങ്ങിയിട്ട് 50 ദിവസമാണ് ജീവിച്ചത്. ഇതൊക്കെ ഒടുക്കത്തായത്താണ്. അവസാനത്തെ ആയത്ത് തൗബയിലെ 128, 129 ആയത്താണെന്നാണ് പ്രമുഖമായിട്ടുള്ള അഭിപ്രായം. അതിനുശേഷം 35 ദിവസം. ആ ആയത്താകട്ടെ അർത്ഥവത്തായ ആയത്താണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. അല്ലാഹു പറയാണ്, നിങ്ങൾക്കൊരു റസൂല് വന്നിരിക്കുന്നു. പ്രബലമായ റിപ്പോർട്ടിൽ ഇതാണ് ഖുർആനിലെ ഒടുക്കത്തെ ആയത്ത്, ഒടുക്ക ഇറങ്ങിയ ആയത്ത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്കൊരു വിഷമം പറ്റുമ്പോഴേക്ക് ഹൃദയം നൊന്തു പോകുന്ന റസൂൽ. അല്ലാഹ് പറയാണ്, ആകാശങ്ങളുടെ തമ്പുരാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ വലിയ മോഹവും ജിജ്ഞാസയുമുള്ള റസൂൽ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അലിവും കാരുണ്യവുമുള്ള റസൂൽ. പിന്നീടുള്ള ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലായിട്ട് 2 ദിക്റുകൾ ആവർത്തിക്കുമായിരുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. എനിക്ക് പുറത്തു തരണേ, നീ എത്ര പരിശുദ്ധൻ, നിന്നെ സ്തുതിക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദി. ഒരു ദിവസം രാത്രി പെട്ടെന്ന് എണീറ്റുകൊണ്ട് മദീനയിലെ മസ്ജിദിന്റെ തൊട്ടടുത്തുള്ള ബഖീഇലെ ഖബർസ്ഥാനിലേക്ക് പുണ്യ നബി പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിരിപ്പുന്നാണ് എഴുന്നേറ്റ് പോയത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പതുങ്ങി ഞാനും പിന്നാലെ പോയി. കൂടെ 2 വീട്ടിലുള്ള ജോലിക്കാരായ കുട്ടികൾ കൂടി. ആ കുട്ടികൾ 2 പേര് അബൂ റാഫിയും അബൂ മുവൈഹബയും, 2 കൂടിയിട്ട് പിന്നാലെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമ്പോൾ തന്നെ തൻ്റെ പ്രിയപ്പെട്ട വീട്ടിലെ ജോലിക്കാരനായ കുട്ടിയെ ഉണർത്തിയിട്ട് പറഞ്ഞു, മോനെ, അള്ളാഹു ബഖീഉകാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു.
ആ കുട്ടി കൂടെ പിന്നാലെ പോയി. ആയിഷ ബീവി പതുങ്ങിയിട്ട് മാറി നിന്നിട്ട് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീയിൽ ചെന്നിരുന്നിട്ട് ദീർഘനേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഈ കുട്ടി പറയുകയാണ്, ഞാനും ഈ ബഖീയിൽ ഖബറടക്കപ്പെട്ട് കിടന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചു പോയി. ഈ ദുആ എനിക്കും കിട്ടുമല്ലോ. അത്രത്തോളം അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പുണ്യനബി പ്രാർത്ഥിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ കരൾ ഉരുക്കുന്ന ഒരു രംഗുണ്ട്. മസ്ജിദിന്റെ കുബ്ബ ഒരു ഭാഗത്ത്, തൊട്ടടുത്ത് ബഖീ ഖബർസ്ഥാൻ. അവിടെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കിടക്കുന്നത്. അവിടെയാണ് നബിയുടെ പെൺമക്കൾ പലരും കിടക്കുന്നത്. അവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. നബിയുടെ ഏക മകൻ ഇബ്രാഹിം അവിടെയാണ്. ഈ പച്ച കുബ്ബയും മസ്ജിദിന്റെ ഈ ഒരു പരിസരവും ബഖീ ഖബർസ്ഥാനും കൂടി ചേർന്ന് കിടക്കുന്ന രംഗം ഈ ലോകത്ത് കരളുള്ളവന്റെ കരൾ ഉരുക്കിക്കളയാൻ പര്യാപ്തമാണ്. മസ്ജിദിൽ നിന്ന് ഇറങ്ങിയിട്ട് ബഖീയിലേക്ക് നബി നടന്നു പോണ രംഗം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഓർത്തുപോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഖീകാരോട് നബി പറയാണ്, ബഖീയിലെ ഖബർസ്ഥാനിൽ ചെന്നിട്ട് നിങ്ങൾ നേരത്തെ പോയത് കൊണ്ട് ദുഃഖിക്കണ്ട. നിങ്ങൾ പോയത് കൊണ്ട് പല ഫിത്നകളിലും നിങ്ങൾ പെടാതെ പോയി. നിങ്ങൾ പോയ ശേഷമുണ്ടായ ഫിത്നകൾ നിങ്ങൾ ജീവിച്ചിരുന്നതിനേക്കാൾ മോശമാണ്. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഖൈർ ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ. പോരുമ്പോ ഈ കുട്ടിയോട് റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കണടാ മോനെ, സ്വർഗത്തിന്റെ താക്കോലുകളും ഭൂമിയിലെ ഖജനാവുകളുടെ താക്കോലുകളും ഭൂമിയിൽ എന്നെന്നും പാർക്കാനുള്ള അധികാരവും ഏത് വേണമെന്ന് എന്നോട് ചോദിച്ചിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ കുട്ടി വളരെ പെട്ടെന്ന് പറഞ്ഞു പോയി, രണ്ടും ചോദിച്ചെടുത്തുകൊള്ളൂ റസൂലേ. ഭൂമിയിൽ എന്നും നിങ്ങൾ പാർക്കുകയും വേണം, സ്വർഗത്തിന്റെ താക്കോലും വേണം. നിങ്ങളെ എന്നും ഞങ്ങൾക്ക് കാണണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ റബ്ബിന്റെ മുലാഖാത്തിനെ, എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ റസൂലുള്ള തിരിച്ചെത്തി. അബൂബക്കർ സിദ്ദീഖ് കാണാമെന്നു. സനഹ് എന്ന സ്ഥലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പാർക്കുകയാണ്. ആ പാർക്കുന്ന സ്ഥലം 2 മൈൽ അപ്പുറമാണ്. രോഗം മൂർച്ഛിച്ചു. വസിയത്തുമായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ മകനായ അബ്ദുറഹ്മാൻ വന്നപ്പോൾ കയ്യിൽ ഒരു മിസ്വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ആവശ്യപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ വാങ്ങിയിട്ട് സ്വന്തം പല്ലുകൊണ്ട് ചതച്ചിട്ടതിന്റെ മുഖഭാഗം മിനുസമാക്കിയിട്ട് നബിയുടെ കയ്യിൽ കൊടുത്തു. നബി അതുകൊണ്ട് പല്ല് തേച്ചു. വഫാത്തിന് മുമ്പ് ആയിഷ ബീവി പിന്നെ അഭിമാനത്തോടെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ വിയർപ്പുമായി എൻ്റെ മുഖത്തെ വിയർപ്പ് അവസാനത്തെ ഘട്ടത്തിലും ചേർന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ കിടന്നാണ് അവിടുന്ന് നിദ്ര കൊണ്ടത്. പിന്നെ ഫാത്തിമയുടെ വരവാണ്. മോളെ ഫാത്തിമ. ഫാത്തിമയെ ആളയച്ചു വരുത്തി. ഫാത്തിമ വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് പിതാവേ? അവിടെ ഫാത്തിമ ബീവിയുടെ കാതിൽ ഒരു സ്വകാര്യം. അതോടെ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. അടുത്ത കാതിൽ വേറെ ഒരു സ്വകാര്യം. അതുകൊണ്ട് ഫാത്തിമ പൊട്ടിച്ചിരിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പലപ്പോഴും ചോദിച്ചു, എന്തായിരുന്നു മോളെ അത്? എന്താണ് ഫാത്തിമ? ഒരു സ്വകാര്യത്തിൽ കരച്ചിലും മറ്റൊരു സ്വകാര്യത്തിൽ ആനന്ദവും. വഫാത്തിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത്, ആദ്യത്തെ കാതിൽ എന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി, മോളെ അല്ലാഹു എന്നെ തിരിച്ചു വിളിക്കുകയാണ്, ഞാൻ ഈ ലോകം വിട്ടു പോവുകയാണ്. അത് കേട്ട് ഞാൻ കരഞ്ഞു. കരഞ്ഞപ്പോ എന്റെ കാതിൽ പറഞ്ഞു, സ്വർഗത്തിലെ നാരികൾക്ക് നായികയാകുന്നത് നിനക്ക് ഇഷ്ടമല്ലടി ഫാത്തിമ. അത് കേട്ടപാടെ ഞാൻ പുഞ്ചിരി തൂകി എന്ന് ഫാത്തിമത്തു സഹ്റ ബത്തൂൽ.